വാട്ട് എ വീക്കെൻഡ് അല്ലേ? ഐ മീൻ ഒന്ന് വിഷു ആണ്. വിഷു ചിത്രങ്ങൾ സാധാരണഗതിയിൽ നമുക്ക് ഒരുപാട് നല്ല ചോയ്സുകൾ നൽകും. അതുപോലെ തന്നെ വെക്കേഷൻ സമയമാണ് യൂഷ്വലി വരുന്നത്. അതുകൊണ്ട് വി ഹാവ് പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് ഈ ആഴ്ച സിനിമ കാണാനായിട്ട്. മലയാളത്തിൽ പ്രധാനമായിട്ടും മധുരരാജ എന്ന സിനിമയുണ്ട്. അത് കൂടാതെയുള്ള ഒരു ബിഗ് റിലീസ് എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക ഹൈപ്പ് ഉണ്ട്. കാരണം പുള്ളി ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ്. അതിരൻ എന്ന ചിത്രത്തിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്നത് നമ്മൾ ഫഹദ് ഫാസിൽ മിക്കവാറും സിനിമകളിൽ അഭിനയം കൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഓരോ സിനിമയിലും കാണാനുണ്ട്. സോ അതിനെ കാണാൻ പോകുമ്പോൾ ഫസ്റ്റ് ഫഹദ് ആ ക്യാരക്ടറിലേക്ക് എത്രമാത്രം എത്തുന്നു എന്നുള്ളതാണ്. ആൻഡ് ഫഹദിൻ്റെ പെർഫോമൻസസ്, പുള്ളിക്കാരൻ്റെ കഥാപാത്രങ്ങളിലെ ആ ട്വിസ്റ്റുകൾ, അത് തന്നെയാണ് സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. പല സ്ഥലങ്ങളിലും നമ്മളെ ഒരു പേടിപ്പിക്കുന്ന ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക്കും സംഗതികളും ഒക്കെയാണ് ഇൻറ്റൻറ്റഡ് ആയിട്ട് വന്നത്. അത്രയും ആ ഒരു ഇൻറ്റൻസിറ്റി ആ സിനിമ കാണുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. നല്ലൊരു സ്റ്റൈൽ ആൻഡ് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. വളരെ ടാലൻറ്റഡ് ആയിട്ടൊരു സ്റ്റാർ കാസ്റ്റ് സിനിമയിലുണ്ട്. നായകൻ ഫഹദ് ഫാസിൽ, നായികയായിട്ട് സായി പല്ലവി, അതുൽ കുൽക്കർണി ഡസ് എ ഫാന്റാസ്റ്റിക് ജോബ്. ഇവർ മൂന്ന് പേരുടെയും പെർഫോമൻസിന് പ്രത്യേകം കയ്യടി നൽകേണ്ടതാണ്. പിന്നെ ലെന നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നത്. നന്ദു എന്ന നടൻ നമുക്കറിയാം, യൂഷ്വലി പുള്ളിക്കാരൻ നല്ല അസലായിട്ട് ചില ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യാറുണ്ട്. സോ ഓൾ ഇൻ ഓൾ സ്റ്റാർ കാസ്റ്റ് ആൻഡ് പെർഫോമൻസ് വൈസ് ദ ഫിലിം ഗെറ്റ്സ് എ ബിഗ് തംസ് അപ്പ്. നൗ ഈ സിനിമയുടെ ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, സിനിമയുടെ ത്രില്ല് കളയാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആ ട്വിസ്റ്റ് എന്തെന്ന് പറയുന്നില്ല. പക്ഷേ ആ ട്വിസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുത്ത ബിൽഡപ്പ് വളരെ ഒരു സ്ലോ പേസിൽ കുറച്ചൊന്ന് പതുക്കെ വരുന്ന പോലെ, അത്രയും ബിൽഡപ്പിന് ആവശ്യമുണ്ടോ എന്നൊരു പക്ഷേ നമുക്ക് അവസാനം. പക്ഷേ ലാസ്റ്റ് ആ ഒരു ആക്ഷൻ സീക്വൻസസ് ആൻഡ് നായിക പോലും ഫൈറ്റ് ചെയ്യാൻ വരുന്നതിൻ്റെ ആ ആക്ഷൻ സീക്വൻസസിന് ആക്ഷൻ ഡയറക്ടർ ചെയ്ത ഒരു വർക്ക് ഈസ് അമേസിങ്. ഓക്കെ, പക്ഷേ ആ 15 മിനിറ്റിലേക്ക് എത്താൻ വേണ്ടി എത്തിയത് കുറച്ച് എക്സ്ട്രാ ഡ്രാഗ് ആയിപ്പോയി എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. ആൻഡ് യെസ്, ആ സിനിമ അത്യാവശ്യം ബാക്കിയുള്ള ലെവലിലൊക്കെ നമുക്ക് പ്രതീക്ഷിച്ച ട്രെയിലറിൽ നമ്മൾ എന്ത് കണ്ടോ നമ്മൾ അതിൽ കൂടുതൽ പ്രതീക്ഷയാണ് പോകുന്നെങ്കിൽ യു മൈറ്റ് ബി ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ ട്രെയിലറിൽ പറയുന്നതാണ് സിനിമയുടെ ഒരു വൺ ലൈനർ പറയുകയാണെങ്കിൽ ഒരു ഭ്രാന്താശുപത്രിയുണ്ട്, ഒരു മെൻ്റൽ ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റിയിലെ നടത്തിപ്പിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവിടെ അന്വേഷിക്കാൻ വരുന്ന നായക കഥാപാത്രമാണ്. ഓക്കെ, പുള്ളിക്കാരൻ ഒരു ഡോക്ടറാണ്. പക്ഷേ പുള്ളിക്കാരന് അവിടെ ഉള്ള ഒരു ഇൻമേറ്റുമായിട്ടൊരു പ്രത്യേക ഒരു സോഫ്റ്റ് കോർണർ തോന്നുന്നു. പുള്ളിക്കാരത്തി അവിടെ എത്തിപ്പെട്ട സാഹചര്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കഥയാണ്. ആ കഥയാണ് ഇതിൻ്റെ ഒരു സ്പൈൻ ആവുന്നത്. ആ കഥയിലേക്ക് പുള്ളിക്കാരൻ എത്തിച്ചെന്നിട്ട് അന്വേഷിക്കാൻ പോകുന്നതാണ് ഈ സിനിമയുടെ ബാക്കി ഈ ചുരുളഴിയുന്ന രംഗങ്ങൾ മുഴുവൻ വരുന്നത്. ഈ പറഞ്ഞ പോലെ കുറേ ത്രില്ലർ മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടെ ആ പടത്തിൻ്റെ ത്രില്ലർ മൊമെൻറ്റ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫീൽ ചെയ്യേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 100 ട്രൈ ചെയ്തു, 80 ആ ഒരു ഫീലിംഗ് എത്തിയുള്ളൂ. ബട്ട് ഓൾ ഇൻ ഓൾ ദ ഫിലിം ഈസ് ആക്ച്വലി എ നീറ്റ് വാച്ച്. ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. ഇറ്റ്സ് നോട്ട് എ ഫാസ്റ്റ് മസാല ബേസ്ഡ് വെക്കേഷൻ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് പോയി കാണാമെന്നല്ല, കുറച്ച് നമ്മൾ ആ സിനിമയിലൊന്ന് ഇൻവോൾവ് ആയിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. ബട്ട് അഗെയിൻ ദ ഫിലിം അതിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടും അവസാനത്തെ ആക്ഷൻ സീക്വൻസസിന് വേണ്ടിയിട്ടും ഇറ്റ്സ് എ നൈസ് വാച്ച്. സോ നിങ്ങൾ പോയി കാണുക ആൻഡ് ഡു ലെറ്റ് us know നിങ്ങൾക്ക് ആ സിനിമ എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് on the comment section below. So this is Vishnu signing off. Cheers.